Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 7th ചാപ്റ്റർ ആണ് അക്കൗണ്ടിങ് റേഷ്യോസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണത്. അപ്പോൾ എന്താണ് ജസ്റ്റ് റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടെക്നിക് ഓഫ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് ആവശ്യമുണ്ട്? റേഷ്യോ അനാലിസിസ് ആവശ്യമുണ്ട്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് കൂടിയാണ് ഫിനാൻഷ്യൽ അനാലിസിസിന് വേണ്ടിയിട്ട്. ആൻഡ് ഇത് കൂടാതെ തന്നെ ഫസ്റ്റ് ഫിനാൻഷ്യൽ ടൂൾ ഡെവലപ്ഡ് ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഒക്കെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ എന്താണ് കൺസെപ്റ്റ്? ഈ റേഷ്യോയുടെ ഒരു കൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. റേഷ്യോ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു റിലേറ്റഡ് ഫിഗേഴ്സ് എക്സ്പ്രസ്ഡ് മാത്തമാറ്റിക്കലി. രണ്ട് പരസ്പര ബന്ധമുള്ള ഫിഗേഴ്സിൻ്റെ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്? ന്യൂമറിക്കൽ. അതുകൊണ്ടാണ് അത് മാത്തമാറ്റിക്കലി നമ്മൾ പറയാൻ കാരണം. നമ്പേഴ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. രണ്ട് ഫിഗേഴ്സിൻ്റെ റിലേഷൻഷിപ്പിനെ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് റേഷ്യോ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ബൈ ഡിവൈഡിങ് വൺ നമ്പർ ബൈ അനദർ നമ്പർ. ഇനി ഇത് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് കണ്ടെത്തുന്നത്. ഇനി ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു മീനിങ് എന്താണെന്നുള്ളത് നോക്കാം. അതായത് ഒരു അബ്സല്യൂട്ട് ഫിഗർ ആണ്. പ്രത്യേകിച്ച് ഒരു സിംഗിൾ ഫിഗർ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു അർത്ഥമൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഫിഗർ നമുക്ക് മീനിങ് ഫുൾ ആവണമെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഒരു അബ്സല്യൂട്ട് ഫിഗേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരിക്കലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല ഫിനാൻഷ്യൽ പൊസിഷനോ അല്ലെങ്കിൽ പെർഫോമൻസിനോ ഒന്നും. അപ്പോൾ ജസ്റ്റ് നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു നെറ്റ് പ്രോഫിറ്റ് വെറും 1 lakh മാത്രം. അതൊരിക്കലും ഒരു ഗുഡ് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി എ ഗുഡ് പെർഫോമൻസ്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് എ സെയിൽസ് ഫിഗർ, ഇനി സെയിൽസ് ഫിഗറുമായിട്ടാണ് ആ പ്രോഫിറ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെ സെയിൽസ് 1 crore ആണ്. അപ്പോൾ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ പെർഫോമൻസ് ഈസ് നോട്ട് ഗുഡ്. അപ്പോൾ 1 crore ഉള്ള ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് 1 lakh ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കമ്പാരിസൺ വരുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് ആ ഒരു കിട്ടിയ പ്രോഫിറ്റ് അത്ര കിട്ടിയാൽ പോരാ, പെർഫോമൻസ് ഗുഡ് അല്ല എന്ന്. സോ ഇതൊരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിൽ മാത്രമാണ് നമുക്കിവിടെ അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഒരു കമ്പാരിസൺ ആണ് നെറ്റ് പ്രോഫിറ്റ് വിത്ത് സെയിൽസ് ടേൺ ഓവർ ഇൻഡിക്കേറ്റ്സ് ദ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ആ ഒരു കമ്പാരിസൺ വരുമ്പോഴാണ് നമുക്കത് മീനിങ് ഫുള്ളായി മാറുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ഫ്രം ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. According to J. Batty, the term accounting ratio is used to describe the significant relationship which exists between the figures shown in a balance sheet P&L account, in a budgetary control system or in any other part of the accounting organization. ഒരു അക്കൗണ്ടിങ് ഓർഗനൈസേഷൻ്റെ ഏത് പാർട്ടിലും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ വളരെ സിഗ്നിഫിക്കൻ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനാണ് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് റേഷ്യോയിലെ റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ടേമിലായിരിക്കും ബിറ്റ്വീൻ ദ അക്കൗണ്ടിങ് ഫിഗേഴ്സ് വിച്ച് ആർ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. അത് തമ്മിൽ എന്തായിരിക്കും? വെറുതെ രണ്ട് ഫിഗേഴ്സ് അല്ല, എടുക്കുന്ന രണ്ട് ഫിഗേഴ്സ് തമ്മിൽ നമുക്കൊരു കണക്ഷൻ റിലേഷൻഷിപ്പ് കൂടി അവിടെ ഉണ്ടാവുന്നു. സോ അക്കൗണ്ടിങ് റേഷ്യോസ് ആർ റേഷ്യോസ് ബേസ്ഡ് ഓൺ ദ അക്കൗണ്ടിങ് ഡാറ്റ. അക്കൗണ്ടിങ് ഡാറ്റ പ്രകാരം നമ്മൾ റേഷ്യോസ് കണക്കാക്കുന്നതിന് തന്നെയാണ് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫോംസ് എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലുണ്ട് നോക്കാം. എത്ര തരത്തിലാണ് റേഷ്യോ നമ്മൾ സാധാരണയായിട്ട് കാണാറില്ല നോക്കാം. ഫസ്റ്റ് പ്രപ്പോർഷൻ. പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ആനുപാതികമായിട്ട്. ഇൻ ദിസ് കേസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ കോമൺ ഡിനോമിനേറ്റർ. പ്രപ്പോർഷൻ ആനുപാതികം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന രണ്ട് ഫിഗേഴ്സിൻ്റെയും ഡിനോമിനേറ്റർ കോമൺ ആയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ജസ്റ്റ് കറണ്ട് അസറ്റ്സ് 1,50,000, കറണ്ട് ലയബിലിറ്റി 50,000 ഉള്ളൂ. അപ്പോൾ ഇവിടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 3:1 ആണെന്നുള്ളതാണ് പറയുന്നത്. സോ 1,50,000 ഡിവൈഡഡ് ബൈ 50,000. അപ്പോൾ സെക്കൻഡ് ടേം വിൽ ബി ഓൾവേസ് ബി 1. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ടൈം എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതിനാണ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് റേഷ്യോ പറയുന്നത് പെർസെൻറ്റേജിലാണ്. റേഷ്യോ മേ ബി എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. ഇൻ ദിസ് കേസ് എങ്ങനെയാണ്? നമുക്ക് കിട്ടുന്ന നമ്പറിനെ നമ്മൾ ഇൻറ്റു 100 കൊണ്ട് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ സെയിൽസ് 4 lakh ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് 80,000 ഉണ്ട്. അപ്പോൾ എത്രയാണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് സെയിൽസുമായി കമ്പയർ ചെയ്യുമ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 80,000 ഡിവൈഡ് ബൈ 4 lakh ചെയ്യുന്നുണ്ട്, ഇൻറ്റു 100 കൂടി അവിടെ ചെയ്യുന്നത്. ഇനി ടൈമിൻ്റെ ബേസിൽ ഇവിടെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. പെർട്ടിക്കുലർ ഫിഗർ ഈസ് കമ്പയർഡ് വിത്ത് അനദർ ഫിഗർ. അതായത് ഒരു ഫിഗറിനെ വേറൊരു ഫിഗറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. അതാണ് എത്ര തവണ അത് ഉദ്ദേശിക്കുന്നത്. ഒരു വർഷത്തെ സെയിൽസ് 4 lakh ആണ്, ഫിക്സഡ് അസറ്റ് 1 lakh ഉണ്ട്. അപ്പോൾ സെയിൽസ് എത്ര മടങ്ങാണ് ഫിക്സഡ് അസറ്റിൻ്റെ വന്നിരിക്കുന്നത്? 4 മടങ്ങായിട്ടാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫ്രാക്ഷനിൽ പറയുന്നുണ്ട്. ഇൻ ദിസ് ഫോം റേഷ്യോ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഫ്രാക്ഷൻ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ 3 lakh ഉണ്ട്,
ഫിക്സഡ് അസറ്റ് 2,40,000 ഉണ്ട്. അപ്പോൾ റേഷ്യോ എങ്ങനെയാണ് ഫിക്സഡ് അസറ്റും ഷെയർ ക്യാപിറ്റലും 4/5 ആയിട്ട് 2,40,000/3,00,000 വരുമ്പം 4/5 ആയിട്ടായിരിക്കും നമ്മൾ ഫ്രാക്ഷനായിട്ട് കാണിക്കുക. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അക്കൗണ്ടിങ് റേഷ്യോ എന്താണ്, വാട്ട് ഈസ് അക്കൗണ്ടിങ് റേഷ്യോ, 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ്, പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, ടൈംസ്, ഫ്രാക്ഷൻ അങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് എന്താണ് റേഷ്യോ അനാലിസിസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്? റേഷ്യോ അനാലിസിസ് ഒരു ടെക്നിക്കാണ്. എന്താണ്? അനലൈസ്, കമ്പാരിസൺ, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യുക, കമ്പയർ ചെയ്യുക, ഇൻ്റർപ്രിറ്റ് ചെയ്യുക, അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് വേരിയസ് റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദെയർ ബേസിസ്, കൺക്ലൂഷൻ ആർ ഡ്രോൺ ഫോർ ദ പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റേഷ്യോ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നത്? അതായത് നമുക്ക് ഒത്തിരി ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് തെറ്റുകളില്ലാതെ ആ ഡിസിഷൻ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പെർഫോമൻസിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അനലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പം മെയിനായിട്ട് വരുന്ന റേഷ്യോസ് എന്ന് പറയുന്ന സെലക്ഷൻ ഓഫ് റിലവൻറ്റ് ഡേറ്റ. നമ്മൾ എപ്പോഴും ഇതിന് വേണ്ടിയിട്ട് ഡേറ്റ കളക്ട് ചെയ്യുമ്പം സെലക്ട് ചെയ്യേണ്ട കറക്റ്റ് വേണ്ട ആവശ്യമുള്ള ഡാറ്റകളായിരിക്കുക. ആ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക, കമ്പയർ ചെയ്യുക റേഷ്യോസ് തമ്മിൽ, എന്നതിന് ശേഷം ഇൻ്റർപ്രിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ആ ഒരു 4 സ്റ്റെപ്സിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന. ഇനി എന്തിനു വേണ്ട റേഷ്യോ അനലൈസ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പേർപ്പസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഒന്ന്, ഷോർട്ട് ടേം സോൾവൻസി. ഒരു ഫേമിന് പെട്ടെന്ന് തന്നെ ഷോർട്ട് ടേമിൽ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ലോങ് ടേമിൽ എങ്ങനെയാണ് സോൾവൻസി ഉള്ളത്. പിന്നെ പ്രോഫിറ്റബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫേമിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് എന്ന പ്രോസസ്സ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട്, ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് എനേബിൾ മാനേജറൽ ഡിസിഷൻ മേക്കിംഗ്. നല്ല രീതിയിലൊരു ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഏതാവശ്യമുണ്ട്, ഈ ഒരു റേഷ്യോ അനലൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ യൂസസ്, അതല്ലെങ്കിൽ യൂട്ടിലിറ്റി. ഇതുകൊണ്ടുള്ള ഉപയോഗമാണ് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദർ ആർ 5 ടൈപ്സ് ഓഫ് യൂട്ടിലിറ്റീസ്. ഫസ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ടു മാനേജ്മെൻറ്റ്. നമുക്കറിയാം മാനേജ്മെൻറ്റിന് ഈ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഡിസിഷൻസ് എല്ലാം എടുക്കണം. അപ്പോൾ പുതിയ പോളിസിയൊക്കെ എടുക്കേണ്ടി വരും. എങ്ങനെയാണ് ഫേം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെ നയങ്ങൾ കൊണ്ടുവരണം, ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റണം, പ്ലാൻ ചെയ്യാൻ പറ്റണം, ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, ട്രെൻഡ് അറിയാൻ വേണ്ടി ബിസിനസ്സിൻ്റെ അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, കിട്ടുന്ന റിസൾട്ടിനെ അതിന് വേണ്ടതായിട്ടുള്ള യൂസേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻ്റർഫേം ആൻഡ് ഇൻട്രാഫേം കമ്പാരിസനൊക്കെ വേണ്ടിയിട്ട്, അങ്ങനെ ഒത്തിരി മാനേജറിയൽ യൂസസ് ഉണ്ട് റേഷ്യോ അനാലിസിസിനെ കൊണ്ട് നമുക്ക് മാനേജ്മെൻറ്റിന്. ആൻഡ് സെക്കൻഡ് വൺ, അതിൻ്റെ അഡ്വാൻറ്റേജ് പിന്നെ അവിടെ വരുന്ന ഷെയർ ഹോൾഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനുമാണ്. അവർ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അവർക്ക് അത് കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് അവർക്ക് അറിയണം തീർച്ചയായിട്ടും. അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് നല്ല ബെസ്റ്റ് കമ്പനി സെലക്ട് ചെയ്യുന്നത്, അതുവഴി അവരുടെ ഫണ്ടുകളൊക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക, ഷെയർ ഹോൾഡേഴ്സിന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക, പെർഫോമൻസ്, ഈ കമ്പനിയുടെ ഭാവിയിലെ വളർച്ച എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റുക. അതേപോലെ തന്നെ അതിൻ്റെ പ്രൈസസ്, അവരുടെ ഷെയറിൻ്റെ പ്രൈസസ് കാൽക്കുലേറ്റ് ചെയ്യുക, അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മാനേജ്മെൻറ്റിന് ഉള്ള അഡ്വാൻറ്റേജ്, രണ്ടാമത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക്, ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനുള്ള അഡ്വാൻറ്റേജ്. പിന്നെ അവിടെ ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇവർക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ക്രെഡിറ്റേഴ്സിന് അവർക്ക് എപ്പോഴാണ് അവരുടെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷനും അല്ലെങ്കിൽ ലിക്വിഡിറ്റിനൊക്കെ ഒരു കമ്പനി എത്രത്തോളം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകൾ എത്ര ഉണ്ട്, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റും. അതേപോലെ കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മെഷർ ചെയ്യാൻ പറ്റും. ആൻഡ് അഡ്വാൻറ്റേജസ് അവിടെയുള്ള എംപ്ലോയീസ്. അപ്പോൾ ഫസ്റ്റ് മാനേജ്മെൻറ്റ്, അത് കഴിഞ്ഞാൽ അത് ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, പിന്നെ നമുക്ക് കടം തരുന്ന ക്രെഡിറ്റേഴ്സ്, പിന്നെ അതേപോലെ തന്നെ എംപ്ലോയീസ്. അവർക്ക് എന്താ അറിയേണ്ടത്, കമ്പനി ലാഭത്തിലാണോ എന്നാൽ മാത്രമാണ് അവർക്ക് കൂടുതൽ വേജ് അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ മറ്റുള്ള ബെനിഫിറ്റ് എല്ലാം ഡിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദ കമ്പനി സോ ദാറ്റ് ദേ ക്യാൻ എൻഷുർ ജോബ് സെക്യൂരിറ്റി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി എത്ര കാലം കൂടി മുന്നോട്ട് പോകും, നമുക്കിവിടെ ജോലി തുടർന്ന് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒത്തിരി ആശങ്കകൾ അവർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റേഷ്യോ കൊണ്ട് തന്നെ അതൊക്കെ ഒരു പരിധി വരെ മാറിക്കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജസ് ടു ഗവൺമെൻറ്. ഗവൺമെൻറ്റിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൃത്യമായിട്ട് കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് ഇൻഡസ്ട്രീസ് ഓൺ ദിസ് ബേസിസ്. ഇതിൻ്റെ ബേസിസിലാണ് ഒരു കോസ്റ്റ് സ്ട്രക്ചർ ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ അവർ
സ്റ്റഡി ചെയ്യാൻ ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാം, ഗവൺമെൻറ്റിന് പുതിയ പുതിയ പോളിസികൾ ഫോമുലേറ്റ് ചെയ്യാൻ പറ്റുക, ഗവൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ആരാണ് ഇത് കൺസ്യൂം ചെയ്യുന്നവരുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും അവരെ കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇൻട്രസ്റ്റ്. കൺസ്യൂമേഴ്സിന് അവരുടെ ഇൻട്രസ്റ്റിനെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉപയോഗങ്ങൾ, ഇമ്പോർട്ടൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു റേഷ്യോ ചെയ്യുന്നതുകൊണ്ട് അഡ്വാൻറ്റേജ് എൻ്റെ മാനേജ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ് ആൻഡ് ഗവൺമെൻറ്, ഇത്രയും പേർക്കാണ് അതിൻ്റെ ഉപയോഗം വരുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്താണ് ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഇൻഹറൻറ്റ് ലിമിറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ് എപ്പോഴും അക്കൗണ്ടിങ് റെക്കോർഡ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒക്കെ പറ്റുമ്പോൾ ഓട്ടോമാറ്റിക് റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഒന്നും ഇവിടെ കൺസിഡർ ചെയ്യില്ല. ഇവിടെയൊക്കെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റണമെങ്കിൽ എല്ലാം ഡയറക്റ്റ്ലി മോണിറ്ററി ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ വലിയൊരു പോരായ്മ അത് തന്നെയാണ്. ഒരു ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സിനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടർ മാത്രമാണ് നമുക്കിവിടെ റേഷ്യോസ് വഴി കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ഫാക്ടറിനെ ഇവിടെ ഉൾപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. അതേപോലെ തന്നെ നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻറ്റ്. റേഷ്യോസ് ഒരിക്കലും നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റുമെങ്കിലും ഇതൊരു ഫൈനൽ സൊല്യൂഷനായിട്ട് കാണരുത്, അല്ലെങ്കിൽ കൺക്ലൂഷനിലേക്ക് എത്തരുത്. അതൊരു ടെക്നിക്ക് മാത്രമാണ് എന്നുള്ളതാണ് പറയാനാണ്. ഒരിക്കലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല. ആൻഡ് നീഡ് ഫോർ കമ്പാരിറ്റീവ് അനാലിസിസ്. നമുക്കിനി ഓരോ വർഷം കഴിയുമ്പം നമ്മുടെ റേഷ്യോസൊക്കെ ഒന്ന് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംഗിൾ റേഷ്യോ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യണമെങ്കിൽ എന്താണ്, ഇറ്റ് നെസസറി ടു മേക്ക് കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് ഓൾ റിലേറ്റിംഗ് റേഷ്യോസ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റേഷ്യോസിനെല്ലാം ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് കൃത്യമായി അവിടെ ചെയ്തുകൊണ്ടുതന്നെ മാത്രമേ ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് അക്കൗണ്ടിങ് റേഷ്യോ. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് റേഷ്യോസിൽ വരുന്നത്. നെക്സ്റ്റ് അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ റേഷ്യോസ് കാണുന്ന ഇതല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്. എന്താണ് റേഷ്യോ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി നെക്സ്റ്റ് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് ലാക്ക് ഓഫ് ആഡക്വേറ്റ് സ്റ്റാൻഡേർഡ്സ്. നമുക്കിങ്ങനെ മെഷർ ചെയ്യണമെങ്കിൽ, കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അത് വെൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ്സ് നമുക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻ്റർപ്രിട്ടേഷനൊക്കെ വളരെ ബുദ്ധിമുട്ട് ബാധിക്കാറുണ്ട്. ആൻഡ് വിൻഡോ ഡ്രസ്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. വിൻഡോ ഡ്രസ്സിങ് ഇല്ലാത്ത മേന്മ മറ്റുള്ളവരുടെ മുമ്പിൽ കമ്പനിക്ക് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കമ്പനിയുടെ അക്കൗണ്ട്സിനെ മാറ്റിമറിച്ച് എഴുതുക, അതിനാണ് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിൻഡോ ഡ്രസ്ഡ് ആണ്. കാരണം ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അവിടെ ഇതിൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ അവർക്കൊക്കെയാണ്. അപ്പോൾ അവരുടെ വിചാരം എന്താണ്, ഇവർക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം എമൗണ്ട് കിട്ടും. അപ്പോൾ ആക്ച്വലി ആ കമ്പനി എന്താണ് എന്നുള്ളൊരു കാര്യം പുറമേക്ക് അറിയിക്കാതെ കണ്ടിട്ട് തന്നെ ചെയ്യുന്നതിനാണ് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാനിപ്പുലേറ്റ് അക്കൗണ്ട്സ് വിത്ത് എ വ്യൂ ടു പ്രസൻറ്റ് എ ബെറ്റർ പിക്ചർ ഫോർ ഫിനാൻഷ്യൽ ആൻഡ് പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ. ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി പൊസിഷനെയും അതേപോലെ തന്നെ ക്ലിയർ പിക്ചർ അവിടെ കൊടുക്കുന്നുണ്ട്. വാട്ട് ആക്ച്വലി എന്താണ് ആ കമ്പനിയുടെ ഇപ്പോഴത്തെ ശരിക്കുള്ള നിലവാരം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. റേഷ്യോസ് കാൽക്കുലേറ്റഡ് ഫ്രം സച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോട്ട് റിലയബിൾ. പക്ഷേ റേഷ്യോസ് നമുക്ക് അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മൊത്തത്തിലായിട്ട് റിലയബിളായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. പിന്നെ പ്രൈസ് ലെവൽ ചേഞ്ചസ് ആണ് അടുത്ത് വരുന്നത്. അതായത് ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽ മേ അഫക്റ്റ് ദ കമ്പാരബിലിറ്റി ഓഫ് റേഷ്യോസ്. റേഷ്യോസിൻ്റെ കമ്പാരബിലിറ്റീനെ അഫക്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത് അതിൻ്റെ പ്രൈസ് ലെവൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ. സോ അക്കൗണ്ടിങ് റേഷ്യോസ് മിയർ ഗൈഡൻസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് റിലയൻസ് ഒന്നും അവിടെ കൊടുക്കുന്നില്ല ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് അക്കൗണ്ടിങ് റേഷ്യോ, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഇമ്പോർട്ടൻറ്റ് റോൾസ്, അതേപോലെ തന്നെ ലിമിറ്റേഷൻസ്. അഡ്വാൻറ്റേജ് 5 പാർട്ടിക്കാർക്കാണ് വരുന്നത് അവിടെ. അതാരൊക്കെയാണെന്നുള്ള മാനേജ്മെൻറ്റ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അതേപോലെ തന്നെ എംപ്ലോയീസ്, ലാസ്റ്റ് ഗവൺമെൻറ് ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ്. അക്കൗണ്ടിങ് റേഷ്യോസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. അപ്പോൾ അതിൽ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റേഷ്യോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോസ്, കമ്പൈൻഡ് ഓർ മിക്സഡ് റേഷ്യോസ്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റ്, P&L അക്കൗണ്ട്, കമ്പൈൻഡ് ഓർ മിക്സഡ് റേഷ്യോ. രണ്ടാമത്തെ മെയിൻ ക്ലാസിഫിക്കേഷൻ നേച്ചർ ആൻഡ് ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ട് ഓരോ വ്യക്തികളുടെയും നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ്
എത്ര നന്നായിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ബേസിൽ ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ട്, ലിവറേജ് റേഷ്യോസ് ഉണ്ട്, ആക്ടിവിറ്റി റേഷ്യോസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട്. രണ്ടാമത്തെ പറഞ്ഞാൽ അതിനെ നേച്ചറോ അല്ലെങ്കിൽ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട്. പിന്നെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് ഉണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ? രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, പിന്നെ അതേപോലെ കമ്പൈൻഡ് വേർഷൻ നമുക്ക് യൂസ് ചെയ്യാം. രണ്ടാമതായപ്പോഴേക്കും അതിന് നേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട്, ആ നേച്ചർ ഏതൊക്കെ തരത്തിലാണ് ഈ റേഷ്യോസിൽ? ഒന്ന് ലിക്വിഡിറ്റിനെ കാണിക്കാൻ, പിന്നെ ഒന്ന് ലിവറേജിനെ കാണിക്കാൻ, പിന്നെ അതേപോലെ ആക്ടിവിറ്റീനെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി റേഷ്യോൻ്റെ ബേസിൽ, പിന്നെ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിൻ്റെ ബേസിൽ, പിന്നെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒക്കെ നമുക്ക് റേഷ്യോസ് അവിടെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ജസ്റ്റ് അത് എന്തൊക്കെയാണ് ആ റേഷ്യോസ് എന്നുള്ളത് നോക്കാം. ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു ഫേമിൻ്റെ സോൾവൻസിയാണ് കാണിക്കുന്നത്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ആയിട്ടൊരു പേയ്മെൻറ്റ് നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ കൊടുക്കാനുണ്ടെങ്കിൽ അതിന് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം ലയബിലിറ്റീസ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ആണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ലിവറേജിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തതെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ പൊസിഷനാണ് കാണിക്കുന്നത് ഈ ഒരു റേഷ്യോ കൊണ്ട്. നമുക്കറിയാം ഒത്തിരി റേഷ്യോസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ അങ്ങനെ പറഞ്ഞിട്ട് ഇമ്പോർട്ടൻറ്റ് ലിവറേജ് റേഷ്യോസ് ആണ് ഇതെല്ലാം. സോ ദീസ് ആർ കോൾഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ് ഓർ സോൾവൻസി റേഷ്യോസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് ഈ ഒരു പേരിലും കൂടി പറയാം, സോൾവൻസി റേഷ്യോ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്ന ആക്ടിവിറ്റി റേഷ്യോസ് ആണ്. ആക്ടിവിറ്റി റേഷ്യോസ് പറഞ്ഞാൽ അത് ശരിക്കും അവർ തന്നെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണ്, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്താണ്, പ്രൊപ്രൈറ്ററി റേഷ്യോ എന്താണ്, ആർ ഇമ്പോർട്ടൻറ്റ് ലെവൽ റേഷ്യോസ്. ദീസ് ആർ ഓൾസോ കോൾഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓർ സോൾവൻസി റേഷ്യോസ്. അപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോ, ലിവറേജ് റേഷ്യോ. ആക്ടിവിറ്റി റേഷ്യോ പറഞ്ഞാൽ ഹൗ മച്ച് ഇഫക്റ്റീവ്ലി ദ റിസോഴ്സ് അസസ് ബീയിങ് യൂട്ടിലൈസ്ഡ് ബൈ എ ഫേം. അപ്പോൾ നമ്മൾക്കൊരു ഫേം നടത്തി കൊണ്ടുപോകുമ്പം ഇത്തരം സാധനങ്ങൾ കിട്ടിയിട്ടും അവർ എത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് നമ്മൾ വേറെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് ആകുമ്പോൾ ശ്രദ്ധ പോവുള്ളൂ. അപ്പോൾ അതിനായിട്ട് മാത്രം നമ്മൾ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. റേഷ്യോസിൻ്റെ എത്ര ഇഫക്റ്റീവായിട്ടാണ് റിസോഴ്സിനെയൊക്കെ അവിടെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസിനെ കൂടെയാണ് എങ്ങനെ അസറ്റുകളൊക്കെ കൃത്യമായി മാനേജ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാൻ പറ്റാം. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, മൂന്നെണ്ണമാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. സ്റ്റോക്ക്, ഫിക്സഡ് അസറ്റ്, ഡെറ്റേഴ്സ് ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ആണ് അവിടെ വരുന്നത്. സോ ദീസ് റേഷ്യോസ് ആർ കോൾഡ് ടേൺ ഓവർ റേഷ്യോസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എഫിഷ്യൻസി റേഷ്യോസ്. അപ്പോൾ അതിൻ്റെ പ്രത്യേക പേരുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ എഫിഷ്യൻസിനെ കാണിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ടേൺ ഓവറിനെ കാണിക്കാൻ വേണ്ടി. റേഷ്യോസ് ആർ കോൾഡ് ടേൺ ഓവർ റേഷ്യോസ്. അപ്പോൾ ആ റേഷ്യോ ആയിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പറയാം. ഇനി ഇതിൽ നെക്സ്റ്റ് വരുന്നത് ലിക്വിഡിറ്റി റേഷ്യോസ് ഏതൊക്കെയാണ് നോക്കാം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഫേമിൻ്റെ കറണ്ട് ലയബിലിറ്റി ഏറ്റവും ചുരുങ്ങിയ കാലത്തിനുള്ളത് അടച്ചു തീർക്കാൻ സാധിക്കുന്നുള്ള ആ കഴിവിനെ തന്നെയാണ് എന്ത് പറയുന്നത്, ലിക്വിഡിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് പ്രധാനമായിട്ടും മെഷർ ചെയ്യാൻ ലിക്വിഡിറ്റി പൊസിഷനാണ്. കമ്പനിയുടെ ഇപ്പോഴത്തെ പൊസിഷനും അതേപോലെ തന്നെ ഷോർട്ട് ടേം ആയിട്ട് ഫിനാൻഷ്യൽ പൊസിഷനും ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റേഷ്യോസ് എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ലിക്വിഡിറ്റി റേഷ്യോയിൽ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് കറണ്ട് റേഷ്യോ ആണ്. എങ്ങനെയാണ് കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറണ്ട് റേഷ്യോ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ റേഷ്യോസ്. ഏറ്റവും പഴക്കം ചെന്നിരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് 1891 സ്റ്റാർട്ട് ചെയ്ത്. ഈവൻ ടുഡേ ഈസ് ദ മോസ്റ്റ് കോമൺ റേഷ്യോ ഓഫ് അനലൈസിങ് ലിക്വിഡിറ്റി. ഇന്ന് ഏറ്റവും പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ എല്ലാം ഗുണങ്ങളിൽ എല്ലാവരും എത്തുന്ന പോയാൽ തന്നെ ഇത് മെയിനായിട്ട് അങ്ങനെയാണ് ഇത് നടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് ആ ഒരു കറണ്ട് റേഷ്യോ എന്ന് പറയുമ്പം അതിലേക്ക് പ്രധാനമായിട്ടും ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളതാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡിഫൈൻ ചെയ്തിരിക്കുന്ന റേഷ്യോനെ കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ ഈ ടോട്ടൽ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിൽ റിലേഷൻഷിപ്പിനെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനെ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ അല്ലെങ്കിൽ ബാങ്കേഴ്സ് റേഷ്യോ എന്ന പേരിലും കൂടിയിട്ട് ഇവിടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ കറണ്ട് റേഷ്യോ ഈക്വൽ ടു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷനാണ് കറണ്ട് ലയബിലിറ്റി ബൈ കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇനി നെക്സ്റ്റ് അതിൻ്റെ കോമ്പോണൻസ് കറണ്ട് റേഷ്യോയിൽ 2 ബേസിക് കോമ്പോണൻസ് ആണ് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. കറണ്ട് അസറ്റ്സ് മീൻസ് ക്യാഷ് ഓർ അതർ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിതിൻ എ 1 ഇയർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കറണ്ട് റേഷ്യോയുടെ പ്രത്യേകത? അതിൽ 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. മീൻസ് അങ്ങനെ ചെയ്താൽ മാത്രമാണ് പഠിപ്പ് നല്ല രീതിയിലേക്ക്
നമുക്ക് കിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ കോമ്പോണൻസ് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. കറണ്ട് അസറ്റുകളും കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ കറണ്ട് അസറ്റ് ക്യാഷ് ഇൻ ഹാൻഡ്, ബാങ്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ബിൽസ് റിസീവബിളും സപ്ലൈ സൺട്രി ഡെറ്റേഴ്സുമാണ് വരുന്നത്. അതേസമയം കറണ്ട് ലയബിലിറ്റിയിലോ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഷോർട്ട് ടേം അഡ്വാൻസ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, ഡിവിഡൻഡ്, പേയബിൾ, ഇത്രയും കാര്യങ്ങളാണ് ലിക്വിഡിറ്റി കറണ്ട് റേഷ്യോയിൽ പറയുന്നത്. ഇനി ഇതിൽ പ്രധാനമായിട്ടും വരുന്ന കുറച്ച് ഐറ്റംസ് കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് ഓർ ഇൻവെൻട്രീസും, വർക്ക് ഇൻ പ്രോഗ്രസും, പ്രീപെയ്ഡ് എക്സ്പെൻസും, ഇപ്പോഴത്തെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, കറണ്ട് ലയബിലിറ്റിയിൽ, ഇതൊക്കെയാണ് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ചില അക്കൗണ്ടൻസ് ആർഗ്യൂ ചെയ്യുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ദാറ്റ് വുഡ് നോട്ട് ബി ഇൻക്ലൂഡ് ഇൻ കറണ്ട് ലയബിലിറ്റി. ഇപ്പോൾ പറയുകയാണ് നമ്മുടെ കറണ്ട് ലയബിലിറ്റി കാണുമ്പോൾ അതിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ലോങ് ടേം ലോൺ. ആ ഒരു കാര്യത്തിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? ലോങ് ടേം ലോൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. ദേ ആർഗ്യൂ ദാറ്റ് ദ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഈസ് പെർമനൻറ്റ് അറേഞ്ച്മെൻറ്റ് വിത്ത് ദ ബാങ്ക്. അവർ ആർഗ്യൂ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ അറേഞ്ച്മെൻറ്റ്സുകളിലെയും പെർമനൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഓവർ ഡ്രാഫ്റ്റിന് വേണ്ട എല്ലാം കൃത്യമായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ അവിടെ നോക്കാറുള്ളത്. ദെർഫോർ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ഇൻക്ലൂഡ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇൻ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് ലയബിലിറ്റി ഇവരുടെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കറണ്ട് റേഷ്യോ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ റേഷ്യോസിൻ്റെ എടുത്തപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോ എടുത്തു. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ ആണ്. ഇനി രണ്ടാമത്തെയാണ്. അപ്പോൾ കറണ്ട് റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡും ജസ്റ്റ് കറണ്ട് റേഷ്യോ എന്താണെന്നുള്ളതൊന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ സിഗ്നിഫിക്കൻസിൽ അതിൻ്റെ പ്രാധാന്യത്തിനാണ് കാണിക്കുക. അതിൻ്റെ കപ്പാസിറ്റി, ഒരു ഫേമിൻ്റെ കപ്പാസിറ്റി ടു പേ ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റി ഇൻ ടൈം, കൃത്യമായിട്ട് ഒരു മുടക്കമില്ലാതെ എങ്ങനെയാണ് ഈ ഒരു അതിൽ കൃത്യമായിട്ടെന്ന് പറയുമ്പോൾ എന്താണ്, ആ റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവാൻ സാധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ടു അനലൈസ് ദ ലിക്വിഡിറ്റി. കാരണം ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഷോർട്ട് ടേമിലേക്ക് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഈ റേഷ്യോസ് എനിക്ക് വളരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുക കറണ്ട് റേഷ്യോനെ. നമുക്ക് എന്താണോ കിട്ടിയത് അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ കറണ്ട് റേഷ്യോ എപ്പോഴും ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് ആൻഡ് എബിലിറ്റി ടു പേ ഇറ്റ്സ് കറണ്ട് ഒബ്ലിഗേഷൻസ്. അതേപോലെ തന്നെ നമ്മുടെ എത്രത്തോളം ഒബ്ലിഗേഷൻസ് ഉണ്ടോ, വളരെ കുറച്ചാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ തീർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു പ്രോബ്ലം കൂടിയിട്ട് ഇതിൽ പറയുന്നത് എ വെരി ഹൈ കറണ്ട് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ടു മച്ച് ഓഫ് മണി ഈസ് ബ്ലോക്ക്ഡ്. നല്ല രീതിയിൽ കറണ്ട് റേഷ്യോ വരുമ്പം കറണ്ട് അസറ്റിൽ ഒത്തിരി നമ്മൾ പൈസ നിക്ഷേപിച്ചിട്ടുണ്ടെന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ആ ക്യാഷ് ഐഡിയലായി കിടക്കുകയാണ്. ആൻഡ് ഇറ്റ് മച്ച് മണി ബ്ലോക്ക്ഡ് ഇൻ സ്റ്റോക്സ്. നമ്മൾ സ്റ്റോക്സ് മാത്രം വാങ്ങിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നമ്മുടെ അക്കൗണ്ടിൽ അല്ലേ ആ ഒരു രീതിയിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കറണ്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ ഫണ്ട് പ്രോപ്പറായിട്ട് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ ലോ ആണ് കറണ്ട് റേഷ്യോ എങ്കിൽ ലിക്വിഡിറ്റി പൊസിഷൻ അത്ര നല്ല കാര്യത്തിലല്ല, അല്ലെങ്കിൽ അത്ര നല്ല ഗുഡല്ല എന്നുള്ളതാണ് പറയുന്നത്. ജസ്റ്റ് നമുക്കൊരു പ്രോബ്ലം വേണമെങ്കിൽ ചെയ്തു നോക്കാം. മെഷീനറി, പ്രീപെയ്ഡും സൺട്രി ഡെറ്റേഴ്സും, ക്യാഷ് ഇൻ ബാങ്കും, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റും, സൺട്രി ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ബിൽസ് പേയബിൾ, എക്സ്പെൻസസ് പേയബിൾ, ലോങ് ടേം ലോൺസ്. അപ്പോൾ കറണ്ട് അസറ്റിനാണ് ഇമ്പോർട്ടൻസ്. കറണ്ട് അസറ്റ് മാത്രം എടുത്ത് തന്നിട്ടുണ്ട്. പ്രീപെയ്ഡും സൺട്രി ഡെറ്റേഴ്സും, ക്യാഷ് ഇൻ ഹാൻഡും, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റും, സ്റ്റോക്കും. ഇനി കറണ്ട് ലയബിലിറ്റി നമുക്ക് കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സ് ഉണ്ട്, അതേപോലെ ബിൽസ് പേയബിൾ ഉണ്ട്, പിന്നെ എക്സ്പെൻസസ് പേയബിൾ. ഇത്രയാണ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പം കറണ്ട് അസറ്റ് കാണാൻ വേണ്ടി നമ്മൾ ആദ്യം ഈ ഒരു ഇതിനെ ടോട്ടൽ ചെയ്ത് എടുക്കുമ്പം 3,50,000 ആണ്. കറണ്ട് ലയബിലിറ്റി വരുമ്പോൾ 2 lakh ആണ്. അപ്പോൾ കറണ്ട് റേഷ്യോ കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 3,50,000 ഡിവൈഡ് ബൈ 2 lakh. അപ്പോൾ 1.75:1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ കറണ്ട് റേഷ്യോ എപ്പോഴും എവരി റുപ്പിക്കും ഒരു കറണ്ട് ലയബിലിറ്റി പേ ഓഫ് ചെയ്യാൻ കറണ്ട് അസറ്റ്സ് വർത്ത് 1.75 ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ ഈ കറണ്ട് റേഷ്യോ കാണിക്കുക. ഹെൻസ് ദ ഫേം വിൽ നോട്ട് ഫൈൻഡ് മച്ച് ഡിഫിക്കൽട്ടി ഇൻ മീറ്റിംഗ് ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റി. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 1.75:1 ആണ് വരുന്നത്. അപ്പോൾ അത്ര വലിയൊരു ലയബിലിറ്റി ഇല്ല. കറണ്ട് റേഷ്യോ ജസ്റ്റ് ബിലോ ദ സ്റ്റാൻഡേർഡ്. കാരണം അതിൻ്റെ തൊട്ട് താഴേക്ക് മാത്രം നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. മെഷീനറി ഈസ് എ ഫിക്സഡ് അസറ്റ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം മെഷീനറി എപ്പോഴും ഒരു ഫിക്സഡ് അസറ്റാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിന് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്
ലോങ് ടേം ലോൺസും അതേപോലെ തന്നെ കറണ്ട് ലയബിലിറ്റിയിലേക്ക് ഷുഡ് നോട്ട് ബി ടേക്കൺ. ആ സമയത്ത് ഇത് ടേക്കൺ എങ്ങനെ നമ്മൾ എടുക്കരുത്, നമ്മുടെ കൺസിഡർ ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ കറണ്ട് റേഷ്യോൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ റേഷ്യോന് വരുന്ന പോരായ്മകൾ, ഇത് കുറച്ച് ക്രൂഡ് റേഷ്യോ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇവിടെ ക്വാണ്ടിറ്റി മാത്രമാണ് ചെക്ക് ചെയ്യപ്പെടുന്നുള്ളൂ, ഒരിക്കലും ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈവൺ ഇഫ് ദ റേഷ്യോ ഫേവറബിൾ ആണെങ്കിൽ പോലും ഫേം മേ ബി ഇൻ ഫിനാൻഷ്യൽ ട്രബിൾ. അതായത് ബുദ്ധിമുട്ടിയിട്ടാണ് കമ്പനി പോകുന്നതെങ്കിൽ പോലും എന്താണ് ഫേമിൻ്റെ ഫിനാൻഷ്യൽ ട്രബിൾ അവിടെ അത് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു സൂചനയാണ്. കാരണം മോർ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വർക്ക് പ്രോഗ്രസ് വിച്ച് ആർ നോട്ട് ഈസിലി റിയലൈസബിൾ ഇൻ ടു ക്യാഷ്. പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അത് മാത്രമായിട്ട് നമ്മളവിടെ അല്ലെങ്കിൽ കറണ്ട് അസറ്റിൽ മാത്രമായിട്ട് അവിടെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. എല്ലാ കറണ്ട് അസറ്റും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. റെഡിലി റിയലൈസ് ചെയ്യാൻ പറ്റുന്ന അത് മാത്രമാണ് അവിടെ പ്രധാനം. ദേ ആർ നോട്ട് ഈക്വലി, എല്ലാറ്റിനെയും തുല്യമായിട്ട് എന്നല്ല, പക്ഷെ എല്ലാം റിയലൈസ് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ക്യാഷും ബിൽസ് റിസീവബിൾസും ഏറ്റവും കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്ന ബാക്കി സ്റ്റോക്കിനെ കമ്പയർ ചെയ്യുമ്പോഴൊക്കെ. ആൻഡ് റേഷ്യോസ് ക്യാൻ ഈസിലി ബി മാനിപ്പുലേറ്റഡ് ബൈ ഓവർ വാല്യൂ. അപ്പോൾ ഇതിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. കറണ്ട് അസറ്റ്സിനൊക്കെ ഒന്നില്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കൂട്ടുക, കുറയ്ക്കുക, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റിയിൽ നിന്ന് ചിലതിനെ ഒഴിവാക്കുക, അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് വിൻഡോ ഡ്രസ്സിംഗ് ആണ്. വിൻഡോ ഡ്രസ്സിംഗ് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞതാണ്. പ്രാക്ടീസ് ഓഫ് ഇംപ്രൂവിങ് ദി കറണ്ട് റേഷ്യോ ത്രൂ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എൻ അറ്റംപ്റ്റ് ടു കൺസീൽ ദ ഫാക്ട്സ്. ചില ഫാക്റ്റിനെ ചിലപ്പോൾ കൺസീൽ ചെയ്യണം, ഒളിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴും ചിലത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ലേ പറയാം. നല്ലൊരു പിക്ചർ അവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. വാട്ട് ഈസ് ആക്ച്വൽ, യഥാർത്ഥമായിട്ട് ഫേമിൻ്റെ അവസ്ഥ എന്താണ് എന്ന് വരച്ച് കാട്ടുന്ന ഒരു മേഖലയാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ കറണ്ട് റേഷ്യോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് റേഷ്യോയിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇറ്റ് മേ ബി ഡൺ ഇൻ ദ ഫോളോയിങ് വേസ്. അത് പ്രധാനമായിട്ടും ഒന്ന് ഇൻവെൻട്രി വാല്യൂസ് ഒക്കെ കൂട്ടുക, പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്, നമ്മൾ പൈസ കൊടുത്തിട്ട് അസറ്റ് പർച്ചേസ് ചെയ്യുക. ഇതാണ് കറണ്ട് റേഷ്യോയിലേക്ക് വരുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇൻവെൻട്രിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക, പോസ്റ്റ്പോൺ ചെയ്തിരിക്കുക പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ക്യാഷിന് വേണ്ടിയിട്ട്, പിന്നെ സെല്ലിങ് ഫിക്സഡ് അസറ്റ്സ്, പിന്നെ ഡിലേയിങ് പർച്ചേസ് ഓഫ് ഇൻവെൻട്രി ഓൺ ക്രെഡിറ്റ്, ഇഷ്യൂയിങ് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, കൺസിഡറേറ്റിംഗ് ഷോർട്ട് ടേം ലയബിലിറ്റീസ് ആസ് എ ലോങ് ടേം ഡെറ്റ്. അപ്പോൾ എന്നാൽ മാത്രമേ അവർക്കത് തരംതിരിച്ച് കൃത്യമായിട്ട് അവിടെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇഫ് ദ കറണ്ട് റേഷ്യോ ഈസ് 2:1 വന്നു കഴിഞ്ഞാൽ എന്താണ് ഈക്വൽ ഡിക്രീസ് ഇൻ ബോത്ത്, രണ്ട് സ്ഥലത്തും ഒരുപോലെ തന്നെ അവിടെ എന്താ ഡിക്രീസ് കുറഞ്ഞു വന്നു. ഡിനോമിനേറ്ററൊക്കെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരണം കറണ്ട് റേഷ്യോയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പർപ്പസ് എന്താണ്, സപ്പോസ് കറണ്ട് അസറ്റ്സ് ആർ 2 lakh, കറണ്ട് ലയബിലിറ്റി 1 lakh ഉള്ളൂ. അപ്പം കറണ്ട് റേഷ്യോ വിൽ ബി 2.1 എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക, നമ്മൾ എത്ര രൂപ എന്നൊന്ന് ആൾക്കാർ കൊടുക്കണം എന്നുള്ളത്. ആ സമയത്ത് കറണ്ട് അസറ്റ്സ് എന്താവും 1,80,000 എത്തും എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് 80,000, സോ ദ കറണ്ട് റേഷ്യോ 2.25:1. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റേഷ്യോ 2ൽ നിന്ന് 25 മാറുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകത. അപ്പോൾ ജസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളതിൻ്റെ ഒരു തുടക്കമാണ് കുറിച്ചത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതെല്ലാം 2 മാർക്സിന് ചോദിക്കാൻ ചാൻസും കൂടുതലാണ്. അപ്പോൾ എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്